സൗർ ഗുഹയെ സംബന്ധിച്ച് നമ്മൾ സാധാരണ കേട്ടുവരാനുള്ള ചരിത്രം നമുക്കറിയാം. സൗർ ഗുഹയുടെ മുൻഭാഗത്ത് ചിലന്തി വല നെയ്ത് അതിനെ സംരക്ഷിച്ചു എന്നും അതുപോലെ തന്നെ പ്രാവ് മുട്ടയിട്ടു എന്നുമുള്ള ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാറുള്ള ചരിത്രമാണ്. അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള റിവായത്തുകൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ചിലന്തി വല നെയ്തു എന്ന റിവായത്താണ്. ആ റിവായത്ത് തന്നെയും ആ ഒരു ചരിത്ര ഉദ്ധരണി തന്നെയും ചില പണ്ഡിതന്മാർ അത് ദുർബലമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ അത് സ്വീകാര്യോഗ്യമല്ല, ദുർബലമാണ്, ലൈഫാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം വേറെ ചില പണ്ഡിതന്മാർ, പ്രാമാണികരായ വളരെ പഴയകാല പണ്ഡിതന്മാർ, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ളവർ അത് ഹസനാണ്, സ്വഹീഹല്ല എന്നാലും ഹസനാണ്, സ്വീകാര്യയോഗ്യം തന്നെയാണ് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം, ചിലന്തി വല നെയ്ത ആ ഒരു സംഭവം. എന്നാൽ പ്രാവ് മുട്ടയിട്ടു അല്ലെങ്കിൽ പക്ഷി മുട്ടയിട്ടു എന്നുള്ള സംഭവം സ്വീകാര്യയോഗ്യമായി ഉദ്ധരിക്കപ്പെട്ടതായി ഏതൊരു പണ്ഡിതനും പറയുന്നതായി ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചിലന്തിയുടെ സംഭവം നമുക്ക് ചില പണ്ഡിതന്മാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചില പണ്ഡിതന്മാരൊക്കെ ലൈഫാക്കിയല്ലോ. അപ്പോൾ അവരൊക്കെ മറുപടി പറഞ്ഞത് നമുക്ക് ഉദ്ധരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ചില പണ്ഡിതന്മാർ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ ഹസനായി വിശേഷിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് തെറ്റൊന്നുമില്ല എന്ന് അവരൊക്കെയും ആധുനികകാലത്തെ പണ്ഡിതന്മാരടക്കം മറുപടി പറഞ്ഞു. ഏതായിരുന്നാലും ഈ 3 ദിവസം കഴിഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് ഒട്ടകങ്ങളുമായി ഗുഹയുടെ മുൻഭാഗത്ത് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ബനുദ്ദിയൽ ഗോത്രക്കാരൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വഴികളെ സംബന്ധിച്ച് അറിയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം, വഴികാട്ടിയായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നല്ല വ്യക്തി. മുശ്രിക്കായിരുന്നു അദ്ദേഹം, അന്ന് മുസ്ലിം ആയിരുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം വഴികാട്ടിയായി നടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും യാത്ര തുടങ്ങി. ഈ ഒരു യാത്രയിൽ ഹിജ്റയിൽ നമ്മൾ സാധാരണ മനസ്സിലാക്കാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ഹിജ്റ പോയി എന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് എന്ന മനുഷ്യൻ, അദ്ദേഹം സ്വഹാബിയല്ല, അദ്ദേഹം ഒന്ന് മുശ്രിക്കായ മനുഷ്യൻ വഴികാട്ടിയായി കൂടെയാണ്. അപ്പോൾ 3 ആളുകളുണ്ട്. 3 ആളുകൾ മാത്രമല്ല, ഒരാൾ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആമിർ ബിൻ ഫുഹൈറ, ആ ആട്ടിൻപറ്റത്തെയും തെളിച്ചുകൊണ്ട് ആട്ടിടയനായി വന്ന ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹുവും ഹിജ്റയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമാണ്. അങ്ങനെ 4 പേർ ഒപ്പമാണ് മദീനയിലേക്കുള്ള ഹിജ്റ ഉണ്ടാകുന്നത്. അങ്ങനെ അവർ സൗർ ഗുഹയിൽ നിന്ന് മക്ക എന്ന പ്രദേശത്ത് പരമാവധി അകന്ന്, സാധാരണ മക്കയിലുള്ള ഒരാൾ എങ്ങനെയാണോ മദീനയിലേക്ക് അല്ലെങ്കിൽ ഷാമിലേക്ക് അങ്ങോട്ടുള്ള വടക്കോട്ടുള്ള യാത്ര എങ്ങനെയാണോ നടത്തുന്നത്, ആ വഴിയിൽ നിന്ന് പൂർണ്ണമായി തെറ്റിക്കൊണ്ട് അവർ ചില സമയത്ത് തീരപ്രദേശത്തേക്ക് കയറി, അഥവാ ചെങ്കടലിൻ്റെ തീരത്തേക്ക് വഴി മാറി സഞ്ചരിച്ചാണ് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് എന്ന വഴികാട്ടി ഇവരെ മദീനയിലേക്ക് കൊണ്ടുപോകുന്നത്. സാധാരണ ആളുകൾ ഉപയോഗിക്കാത്ത വഴിയാണ് അവർ തിരഞ്ഞെടുത്തത്. ആ വഴിയെ ചില ആധുനിക പണ്ഡിതന്മാർ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ഥലങ്ങൾ, ഇടയ്ക്കിറങ്ങിയ സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളും വെച്ച് ചില പണ്ഡിതന്മാരൊക്കെ ഒരു മാപ്പൊക്കെ ആ രൂപത്തിൽ തയ്യാറാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ മാപ്പുകളിലൂടെ പഠിപ്പിക്കുന്ന ആധുനിക ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ റസൂലുള്ളാഹി മക്കയിൽ നിന്ന് യാത്ര പോയത് വഴി, ബദറിലേക്ക് പോയത് ഈ വഴി, ബദറിൽ എവിടെയൊക്കെയായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്, ശത്രുക്കൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ മാപ്പ്, ഭൂപടങ്ങൾ ഉപയോഗിച്ച് റസൂലിൻ്റെ ജീവചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ റസൂലിൻ്റെ ഹിജ്റയുടെ വഴി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുതന്നെ മക്കക്കാർ പോകുന്ന വഴിയാണെങ്കിൽ നേരെ കൂടുതൽ സമയമെടുത്ത് വളഞ്ഞു പുളഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ വഴി പോകുന്നത്. അധികവും തീരപ്രദേശത്തേക്ക് കടന്ന് സാധാരണ ഉപയോഗിക്കാത്ത കുറച്ചുകൂടി ദൂരത്തേക്ക് പോയി ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നടക്കുന്നത്.